ഇതേപോലൊരു വയറ്റിൽ നിന്നാണ് ഞാനും ജനിച്ചു വന്നത്. ഇതേപോലൊരു വയറ്റിൽ നിന്നാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പിന്നെ ഈ വീർത്തിരിക്കുന്ന ഇത്രയും വലുതായിട്ടുള്ളൊരു വയറ് നോക്കിയിട്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭിശ്രീ നമ്മളെ ബിഗ് ബോസ് താരാണ് ഈ പുള്ളിക്കാരൻ. അഭിശ്രീ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇവന്റെ ഭാര്യ കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുക, അതിൻ്റെ അടിയിൽ വരുന്ന തെറിക്കമൻറ്റ് വെച്ചിട്ട് പിന്നീട് കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആശാന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ആശാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മളെല്ലാവരും വന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ്, നമ്മളെല്ലാവരും ഇങ്ങനെയാണ് വന്നത് എന്ന് ഒരു പുതിയ കണ്ടുപിടുത്തം പോലെയാണ് ആശാൻ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് ബിഗ് ബോസിൽ ഉള്ളപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അയാൾ ഒരു കോംപ്ലക്സ് ഉള്ള വ്യക്തി തന്നെയാണ്. അതായത് അയാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരോടും പുച്ഛം തന്നെയാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഈ പുള്ളിക്കാരനൊരു പാപമാണെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് ഇവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഇവൻ തന്നെ പറയാറുണ്ട് എനിക്കധികം സൗഹൃദങ്ങളൊന്നുമില്ല എന്ന്. അത് ഇവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. കാരണം എന്താ, ആള് നല്ല രീതിയിലുള്ള അഹങ്കാരിയാണ്, അതുപോലെ തന്നെ മറ്റുള്ളവരോട് പുച്ഛമാണ്, നല്ല രീതിയിൽ കോംപ്ലക്സും ഉണ്ട്. ഇപ്പൊ ആശാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്റെ ഭാര്യയുടെ ഫോട്ടോ ഇട്ടപ്പോഴേ ഒരുപാട് ആൾക്കാർ വന്നിട്ട് നെഗറ്റീവ് പറയുന്നു, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ആണ് ഇങ്ങനെ പുറത്തു വരുന്നത്. അത് വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാലോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ പ്രകസനം കാണിക്കുന്ന കുറെ ടീമുകളുണ്ട്. ഇങ്ങനെ വന്നിട്ട് കുറെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയേണ്ടത്, അതിൻ്റെ ഒരു പേരൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ടിട്ട് ഭാര്യന്റെ വയറ് കാണിക്കുക, എന്നിട്ട് മൊത്തം കെടുക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യുക. ഒരു 5-6 മാസം കഴിഞ്ഞ്, കുട്ടി ജനിച്ച് 5-6 മാസം കഴിയുക, ഇല്ലെങ്കിൽ 1-2 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ സെപ്പറേറ്റഡ് ആകുന്നു, ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞിന് വേണ്ടിയിട്ട് രണ്ടാളും ഒരുമിക്കും എന്നുള്ള ഒരു ക്യാപ്ഷനാണ് പിന്നെ ഇത് വരുന്നത്. അതായത് പൊതുവെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സെലിബ്രിറ്റികളുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഒരു അമിഞ്ഞ ഊള ജീവിതം തന്നെയാണ്. അപ്പോൾ ഈ അഭിഷേക് ഈ അബി എന്ന് പറയുന്ന അവനും ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഭാര്യയുടെ ഫോട്ടോയും കാര്യങ്ങളും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇട്ടു, വീഡിയോസ് ആക്കിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. അതിൻ്റെ അകത്ത് പോയിട്ട് ചില ആൾക്കാർ മോശമായ കമന്റുകൾ എഴുതുന്ന ആൾക്കാരുണ്ട്. ഉള്ള കാര്യം പറയാലോ. കാരണം ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുള്ള അല്ലെങ്കിൽ ഇവനോട് ദേഷ്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും. അവരൊക്കെ എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് അലക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഇനി ഇതൊക്കെ കേൾക്കാൻ കഴിയാത്തവനാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്വകാര്യമാണ്, ഇതെൻ്റെ ഒരു സ്വകാര്യതയാണ്, ഇതിൽ നിന്നും കിട്ടുന്ന നക്കാപ്പിച്ച ഡോളർ എനിക്ക് വേണ്ട, ഇതിൽ നിന്നും കിട്ടുന്ന കണ്ടന്റ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് മര്യാദയ്ക്ക് അവിടെ ഏതെങ്കിലും സ്വകാര്യമായിട്ട് വെച്ചാൽ പോരെ. ഇത് അതുപോരാ, അതിൻ്റെ അകത്തു നിന്നുള്ള ഡോളർ വേണം, അതിൻ്റെ അകത്തു നിന്നുള്ള വരുമാനങ്ങൾ വേണം, റീച്ച് വേണം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ നമ്മളായിട്ട് പൊങ്കാലിയിടും. അങ്ങനെയാകുമ്പോഴും നമുക്കൊരു റീച്ച് കിട്ടും. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി വരെ എന്ന് പറഞ്ഞാൽ ബിസിനസ് പരമായിട്ടും റീച്ച് പരമായിട്ടും ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അഭിശ്രീ എന്നാണ് എനിക്ക് തോന്നിയത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അയാൾ പറയുന്നത് പോലെ അയാളുടെ സന്തോഷമാണ്, അല്ലെങ്കിൽ അയാൾ ഇതാണ് അയാളുടെ ഇഷ്ടമാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഇതൊരു കാരണവശാലും പുറത്തു വിടരുത്. അതായത് ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ണേറ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ വരാനുണ്ട്. അതൊന്നും ഇന്നത്തെ തലമുറക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇങ്ങനെയുള്ള സംഭവത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടുള്ള ആൾക്കാരോ പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കണ്ണേറ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇവൻ്റെ ഒന്നും വീട്ടിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരാളുണ്ടാവില്ല. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കത്തില്ല. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഇവനായാലും ഇവന്റെ ഭാര്യ ആയാലും 2 പേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞ അഹങ്കാരം തന്നെയാണ്. അല്ലാതെ ഇമാതിരി കോപ്രായങ്ങൾ വന്നിട്ട് കാണിക്കണോ സോഷ്യൽ മീഡിയയിൽ. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഓനെ ഞങ്ങൾ സൈബർ സെല്ലിൽ പരാതി കൊടുക്കും, ഓൻ്റെ പേരിൽ ഞങ്ങൾ ഇങ്ങനെ കൊടുക്കും. എവിടത്തെ ന്യായാടോ ഇത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നീ തന്നെ കൊണ്ടുപോയിട്ട് നിന്റെ ഭാര്യന്റെ ഫോട്ടോയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് പ്രകസനം കാണിക്കുന്നടോ? ആർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന്? അപ്പൊ അത് കണ്ടിട്ട് പല ആൾക്കാരും പലതും ചെയ്യണോ. അങ്ങനെയുള്ള കുറെ ഞരമ്പുകൾ വരെ നമ്മളെ നാട്ടിൽ ഇതെന്തോന്നും അറിയാതെയാണ് ഇട്ടിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ, അല്ലാതെ ഒരു ഗർഭിണിയുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ പലതരം ഞരമ്പന്മാരുണ്ട്. ചില ഞരമ്പന്മാർ എന്താ പച്ചത്തെറി എഴുതും, ചില ഞരമ്പന്മാർ എന്താ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതും. ചില ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു തലത്തിൽ കൊണ്ടുപോകും. അതറിയാം നീ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പലപ്പോഴും ഇങ്ങനെയുള്ള ഫോട്ടോസ് ഒന്നും നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇടരുത്.
അതായത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും ഈ ഒരു റീച്ച് എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ജനിക്കട്ടെ, ജനിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ കാണിക്കത്തുള്ളൂ എന്ന്. പക്ഷേ ഇവിടെയുള്ള പല കണ്ടന്റ് ക്രിയേറ്റർമാരുടെയും ഒരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളും അതുപോലെ തന്നെ പ്രസവവും തന്നെയാണ്. അതായത് പ്രസവം കൊണ്ട് എന്ന് പറഞ്ഞാൽ കോടികൾ ഉണ്ടാക്കിയ വ്യക്തികളുടെ നമ്മുടെ യൂട്യൂബേഴ്സിൽ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രസവിക്കുന്നത് കാണിച്ചിട്ട് കോടികൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിന് ഭയങ്കരമായിട്ട് മഹത്വമാണ് അല്ലെങ്കിൽ ഇതാണ് എന്നൊക്കെ പറയുക. അതായത് ഇതൊക്കെ വേണടോ അതിൻ്റെതായ സ്വകാര്യതയിൽ മാത്രം, അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ കാണിക്കുന്ന പോലെ തുറന്നു വെച്ച് കാണിക്കേണ്ട സംഭവമൊന്നും അല്ല, ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് കാണിക്കേണ്ട സംഭവമല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കോപ്രായം കാണിക്കുകയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയോടുള്ള അമിത സ്നേഹമോ അല്ലെങ്കിൽ വേറൊരു മണ്ണാങ്കട്ടിയല്ല. മണ്ണാങ്കട്ടിയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവനൊന്നും ഇമാതിരി കോപ്രായത്തിന് മുതിരൂല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇതേപോലൊരു വയറ്റിൽ നിന്നാണ് ഞാനും ജനിച്ചു വന്നത്. ഇതേപോലൊരു വയറ്റിൽ നിന്നാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പിന്നെ ഈ വീർത്തിരിക്കുന്ന ഇത്രയും വലുതായിട്ടുള്ളൊരു വയറ് നോക്കിയിട്ട് പറയാൻ പാടുള്ളതാണോ പറയാൻ പാടില്ലാത്തതാണോ എന്നറിയത്തില്ല. കുറെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ കുറെ കുലസ്ത്രീയും കുല പുരുഷന്മാരും കൂടെ ഇരുന്നിട്ട് യൂട്യൂബിൽ കിടന്ന് കൊണ അടിക്കുന്നുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. കമന്റ് സെക്ഷൻ മാത്രമേ നമ്മളിപ്പോ പറയുന്നുള്ളൂ. അല്ല വീഡിയോ ചെയ്യുന്നവരെ അവരവരുടെ പറയുന്ന പോലെ അതിപ്പോ നമുക്ക് അതിനെ കുറിച്ച് റിലേറ്റ് ചെയ്യാം. അവർക്ക് അറിയാം എങ്ങനെ ട്രെൻഡ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ കുറെ പേര് ഇങ്ങനെ കുലപുരുഷന്മാരായിട്ട് നിന്ന്. അപ്പൊ അഭിശ്രീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതല്ല കുലസ്ത്രീകളും കുലപുരുഷന്മാരും അങ്ങനെയുള്ള ആൾക്കാരാണ് പറയുന്നിടൊക്കെ പറഞ്ഞോട്ടെ. അപ്പൊ അത് കേൾക്കാനുള്ള ഒരു ഇതും വേണം. അല്ലാതെ അവിടെ കിടന്ന് ബൈരം കൊടുത്തിട്ട് കാര്യമുണ്ടാ? അതായത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴും കേട്ട് ബൈരം കൊടുത്തിട്ട് കാര്യമുണ്ടാ? ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവം പോലെ ആക്കിയിട്ട് കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അഭിശ്രീനെ മാത്രം ഞാൻ പറയുന്നില്ല, ഇവിടെയുള്ള മിക്ക യൂട്യൂബേഴ്സും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഗർഭിണിയാക്കുക, അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ചില ആൾക്കാരുടെ ഗർഭമുണ്ട് കേട്ടോ. അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിക്കത്തേ ഇല്ല, അങ്ങനെയുള്ള ഗർഭമുണ്ട്. കാരണം 2.5 വർഷം മുമ്പ് ഞാൻ ഗർഭിണിയാന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ഇതുവരെ പ്രസവിച്ചില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അങ്ങനെ യൂട്യൂബേഴ്സിൽ കുറേ ടീമുകളുടെ ആൾക്കാരെ പറ്റിക്കാനും കണ്ടന്റിനും വേണ്ടിയിട്ട് മാത്രം നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അഭിശ്രീ കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഉളുപ്പ് ഉണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ കുറച്ചൊക്കെ പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു കണ്ടന്റിൽ എനിക്ക് വരുമാനം വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് കൊണ്ട് എനിക്ക് റീച്ച് വേണ്ട എന്ന് വിചാരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, എല്ലാവരും പറയുന്ന പോലെ അത് പിന്നെ ഇടുക, അതിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് കണ്ടന്റ് ആക്കിയിട്ട് ഇടുക എന്നല്ലാതെ അതിനപ്പുറത്ത് പോയിട്ട് കരയാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കുഞ്ഞിനോട് ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമാണ്, ഒരു വലിയ ദ്രോഹമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതായത് നാട്ടുകാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേറ് കിട്ടിക്കാൻ തരത്തിൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായ വ്യഗ്രതകൾ, അതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മോശമായ കാര്യം തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ണേറ് കിട്ടാൻ തക്കത്തിലുള്ള ചില കാര്യങ്ങളാണ് കാണിക്കുന്നത്. വെറു ഊളത്തരമാണെന്നേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത് വേണം, അവിടെ ഞങ്ങൾ എന്തോ വന്നു കഴിഞ്ഞാലും ഞങ്ങൾ സഹിക്കോടോ, ഞങ്ങൾ എന്തോ വന്നു കഴിഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകോടോ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തണം. അല്ലാതെ എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോഴേക്കും അയ്യോ എന്നെ തെറി പറയുന്നത്, എന്നെ ഇത് പറയുന്നത്, എൻ്റെ കുഞ്ഞിനെ പറയുന്നത്, ഞാൻ ക്ഷമിക്കത്തില്ല, ഞാൻ ഇതാകത്തില്ല. എന്തൊരു പ്രഹസനമാണ് സജി ഇതൊക്കെ. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ട് പിന്നെ ഇവൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരുടെ വ്യഗ്രതയാണ്. ഞങ്ങളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നാട്ടുകാരുടെ അടുത്ത് പ്രതികരിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടും. നീയൊക്കെ ആരെ തെറി പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് കയറിയതെന്ന് നമുക്കറിയില്ല, പക്ഷേ നീ ഇതല്ല ഇതിനപ്പുറത്ത് ഊളത്തരം കാണിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും. അപ്പൊ ബിഗ് ബോസ് കയറാൻ വേണ്ടിയിട്ട് നീ കാണിച്ചിരിക്കുന്ന വലിയ ഊളത്തരം എന്താണെന്ന് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. അല്ല നീയൊക്കെ അങ്ങനെയൊക്കെ ഊളത്തരം കാണിച്ച് കയറിയത് കൊണ്ടാണല്ലോ നീ അങ്ങനെ പറയുന്നത്. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ നിൽക്കത്തില്ല. ഞാൻ കയറിയത് മര്യാദക്കുള്ളൊരു വഴിയിലൂടെ ആണെങ്കിൽ, അതായത് നീ കയറിയെങ്കിലും മര്യാദക്കുള്ളൊരു വഴിയിലൂടെ ആണെങ്കിൽ നീ ഒരിക്കലും പറയത്തില്ല ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് കുറെ കുലസ്ത്രീകൾ ഊളത്തരം കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ കുറെ ആൾക്കാർ ഊളത്തരം കാണിക്കുന്നതെന്ന് ഒരിക്കലും പറയത്തില്ല. അതായത് നീ അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ നിന്റെ എന്താ പറയേണ്ടത് ഒരു ഇതോർത്ത് നമ്മളൊന്നും മിണ്ടാണ്ട് നിൽക്കുന്നതാണ്. ഒരു കാര്യം ഞാൻ നിന്നോട് അറിയാം, നീയും നിന്റെ ഭാര്യയും ഭയങ്കര അഹങ്കാരത്തോടു കൂടിയാ സംസാരിക്കുന്ന മോനെ. ഇത് വളരെയധികം മോശം തന്നെയാണ്, ഒരിക്കലും നല്ലതല്ല. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടെങ്കിലും ചോദിക്കുക, പഴയ ആൾക്കാരോടെങ്കിലും. നീ പറയുന്ന ഈ കുലസ്ത്രീകളുണ്ടല്ലോ അവരോടൊക്കെ ചോദിക്കുക ചില കാര്യങ്ങൾ. നമ്മൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വിചാരിക്കുന്ന പോലെ ഇതെല്ലാം ഞാനങ്ങ് വിട്ടുകൊടുത്തു, അല്ലെങ്കിൽ ഇതൊക്കെ ഞാനങ്ങ് ചെയ്യും, ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നത്, അതൊക്കെ ചിന്താഗതി മാത്രമാണ് മോനെ, ചിന്താഗതി മാത്രമാണ്. ഏതായാലും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നന്ദി, നമസ്കാരം.